ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഭി വരുന്നുണ്ട്. അഭി വന്നതും നവ്യ ചോദിക്കുന്നുണ്ട്. നവ്യക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ആ, നീ വന്നോ? അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ നിനക്ക് വരാനൊക്കെ അറിയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരാനിരുന്ന സമയത്ത് നീ വിളിച്ചത്. അപ്പോൾ പിന്നെ ഒട്ടും താമസിച്ചില്ല, ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നുണ്ട് അഭി. നമ്മുടെ കുഞ്ഞെന്താ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് പറയാനാ, നിൻ്റെ കുഞ്ഞല്ലേ, ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യുന്നുണ്ട്. പിന്നെ അഭി ചോദിക്കുന്നുണ്ട് നവ്യയോട്, നീ നടക്കാനൊക്കെ പോകുന്നുണ്ടോ മോളെ? കുറച്ച് പണികളൊക്കെ ചെയ്യണം, പ്രഷറൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ചെറുതായിട്ട് നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ചെറുതായിട്ടൊന്നും നടന്നാൽ പോരാ, നല്ല രീതിയിൽ നടക്കണം. അന്നേരം നവ്യ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് ദിവസം നീ ഇവിടെ നിൽക്കുക, നമുക്കൊന്നിച്ച് നടക്കാനൊക്കെ പോകാമല്ലോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അയ്യോ അതൊന്നും ശരിയായ കാര്യമല്ലല്ലോ മോളെ. പിന്നെ നവ്യ പറയുന്നുണ്ട്, എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിനൊക്കെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ട്. അയ്യോ അതെന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് അഭി എന്ത് ചെയ്ത് ഷോൾഡറൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നവ്യക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, നിൻ്റെ ഈ സ്നേഹമൊക്കെ സത്യം തന്നെ അല്ലടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നും പറയല്ലടാ, നീ വരുന്നത് നിൻ്റെ സ്നേഹത്തിലുള്ള സംസാരം കേൾക്കുന്നതൊക്കെ അല്ലേ എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ അഭി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുക. എന്നിട്ട് അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അനഘയുടെ പ്രശ്നവും ജ്വല്ലറിയിലെ തിരിമറിയും ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇവളെ ഇങ്ങനെ സ്നേഹിച്ചേ പറ്റൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയെയാണ്. നയന ആദർശനിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആദർശ് ഫോൺ എടുക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വിഷമത്തിലാണ് നയന. എന്നിട്ട് നയന അച്ഛനോട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് എന്ത് പറ്റിയെന്നറിയില്ല, ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല അച്ഛ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോള് ഇവിടെയാ നിൽക്കുന്നതെങ്കിലും മനസ്സ് മുഴുവൻ അവിടെയാണല്ലോ. എന്നിട്ട് നയന പറയുന്നുണ്ട്, നന്ദു പോയതല്ലേ, അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വിഷമമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത്. പക്ഷേ ആദർശേട്ടൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാതെ എനിക്കിനി മനസ്സമാധാനം കിട്ടില്ല അച്ഛ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ മോള് പോയിക്കോ. എന്നിട്ട് ആദർശിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിൻ്റെ ശേഷം ആദർശിനെയും കൂട്ടി ഇങ്ങ് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. നീ അതുമാത്രമല്ല, നീ എല്ലാ കാര്യങ്ങളും ആദർശിനോട് നീ തുറന്നു പറയണമെന്നും ഗോവിന്ദൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനിയുടെ ഫോണിൽ രാകേഷ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ ഒന്ന് ഇങ്ങോട്ട് വരണം, നിനക്ക് ഞങ്ങൾ ഒരു ഉഗ്രം കാഴ്ച കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനി അവരെ തേടി അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവർ എന്താണ് കൂട്ടുകാർ ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അനാമികയും ഒരു ആൺസുഹൃത്തും തമ്മിൽ അടുത്ത് ഇടപഴകുന്നത്. അനാമിക അവൻ്റെ മടിയിലൊക്കെ തലചായ്ച്ച് കിടക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് അനി ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, നിങ്ങളിതൊന്ന് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അവരത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രാകേഷ് അനിയോട് പറയുന്നുണ്ട്, എന്തിനാടാ നിനക്ക് ഇതുപോലെ ഉള്ളൊരു പെണ്ണ്? അപ്പോൾ അനി പറയുന്നുണ്ട്, അവളെ ഞാൻ വിവാഹത്തിന് മുൻപ് തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ച എനിക്ക് സങ്കടമല്ല, സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. അവളെപ്പറ്റി നിങ്ങൾ മാത്രമല്ല വേറെ പലരും എന്നോട് പറഞ്ഞിരുന്നു. അവളുടെ സ്വഭാവം എന്താണെന്ന് അറിയിക്കാൻ അവൾ തന്നെ തന്ന ഒരു തെളിവാണിത്. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കുമെന്ന് പറയുന്നുണ്ട് അനി. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശിൻ്റെ ഫോണിലേക്ക് അനി ആ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആദർശ് വല്ലാതെ ടെൻഷനാകുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ നയന വരുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് ആദർശ് ഏട്ടനോട് ഒരു കാര്യം പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ ഒരു കാര്യം എന്നോടിപ്പം പറയണ്ട, ഞാനത് കേൾക്കാനും തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുകയുള്ളൂ, എന്നാൽ പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞോ, ഞാനിങ്ങ് പോയേക്കാം എന്നും പറഞ്ഞ് ആദർശ് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ നയന, വേണ്ട ഞാൻ പോയിക്കൊള്ളാം, അതിനു മുമ്പ് ഒരു ചോദ്യം, ആദർശ് ഏട്ടൻ എന്താ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്, ഇതിൻ്റെ കാരണം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിന്നെ എനിക്ക് ഒന്നും ബോധ്യപ്പെടുത്താനില്ല. ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ സത്യസന്ധമായിട്ടേ ജീവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊപ്പമുള്ളവരും അങ്ങനെ തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അന്നേരം നയനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അപ്പോൾ ആദർശ്, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നും എനിക്കില്ല. ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്ത്, എനിക്കത്രയേ ഉള്ളൂ.
അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാനൊരു ശല്യമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, നീ എനിക്കിപ്പോൾ ശല്യമാണ്, അതുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരികയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യണ്ട എന്ന് വളരെ ദേഷ്യത്തോടെയാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര വിഷമമാകുന്നുണ്ട് നയനക്ക്. കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നയന ദേവയാനിയെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദേവയാനിക്ക് വളരെയധികം വിഷമമാകുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഈ ടെൻഷൻ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലമ്മേ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അനന്തപുരിയിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ആദർശിൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം എന്താണെന്ന് ശരിക്കും നയനക്കും ദേവയാനിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര വിഷമത്തിലാണ്. എന്താണ് കാരണമെന്ന് ആദർശ് പറയുന്നുമില്ല. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും അനിയെയുമാണ്. ആദർശ് അനിയോട് പറയുന്നുണ്ട്, തൽക്കാലം നീ ഈ വീഡിയോ ആരെയും കാണിക്കരുത്, പ്രത്യേകിച്ച് മുത്തശ്ശനെയും മുത്തശ്ശിയെയും. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഏട്ടാ ഇതൊക്കെ മൂടി വയ്ക്കുന്നത്? എനിക്ക് ഇതൊക്കെ എത്രയും പെട്ടെന്ന് എല്ലാവരെയും അറിയിക്കണമെന്നാണ് ഉള്ളത്. എന്തിനാ ഏട്ടാ ഇനി അവൾ എൻ്റെ ജീവിതത്തിൽ തുടരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനി. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എടാ, ഞാൻ അവളുടെ അച്ഛനെ കണ്ട് സംസാരിക്കട്ടെ, അതിനു മുൻപ് നീ ഇത് ആരോടും പറയരുത്. പിന്നെ ആദർശ് അനിയോട് പറയുന്നുണ്ട്, എടാ, നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തും ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നന്ദുവുമായിട്ട് ഒരു അകലം പാലിക്കാൻ പറയുന്നത്. പക്ഷേ നീ അത് ചെയ്യുന്നില്ല, അത് നിന്റെ ഭാഗത്തെ തെറ്റു തന്നെയാണ് എന്നും പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട്.